തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തുടങ്ങും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നായിരുന്നു ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. വോട്ട് ചോർച്ചയ്ക്കിടയാക്കിയ കാരണങ്ങളിൽ തിരുത്തൽ നടപടികൾക്ക് സെക്രട്ടേറിയറ്റ് രൂപം നൽകിയിട്ടുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ചില മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചടിയായി മാറി. സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രധാനമായും തെരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിച്ചതല്ല എന്നതാണ് പൊതുവെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഈ വിലയിരുത്തൽ തന്നെ ആകുമോ സംസ്ഥാന കമ്മിറ്റിയുടേതും? റോഷി, അരുൺകുമാർ, ഇന്നലെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വിലയിരുത്തിയത്. ആ തിരിച്ചടി വിലയിരുത്തിയതിനു ശേഷം ഇനി എങ്ങനെ ഇത് മറികടക്കാം എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് CPM നടത്തുന്നത്. ഇന്നു മുതൽ 2 ദിവസം ചേരുന്ന CPM സംസ്ഥാന കമ്മിറ്റി ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകും. അതിനനുസരിച്ചുള്ള കർമ്മ പരിപാടികൾക്ക് CPM നേതൃത്വം രൂപം നൽകുകയും ചെയ്യും. ഏതായാലും നിലവിൽ സംസ്ഥാനത്ത് സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടില്ല എന്ന വിലയിരുത്തലിനെയാണ് സെക്രട്ടേറിയറ്റിനുണ്ടായത്. ചില തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ദീർഘകാലമായി ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ചില ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അവിടെ LDFന് തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ അത് പൂർണ്ണമായും പ്രതിരോധിക്കാൻ LDFന് തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്ന വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നു. ഏതായാലും ഇത് മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുക എന്നത് തന്നെയായിരിക്കും CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ. അതിനനുസരിച്ചുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ. അതിന്റെ രാഷ്ട്രീയ അജണ്ടയടക്കം കൃത്യമായി തീരുമാനിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇന്നും നാളെയും നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വളരെ വിശദമായ ചർച്ചകളായിരിക്കും. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തലുകളും തീരുമാനങ്ങളും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അത് സംബന്ധിച്ച ചർച്ചകളും തീരുമാനങ്ങളുമായിരിക്കും ഉണ്ടാവുക. അരുൺകുമാർ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റോഷി.